കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഈ കബോർഡൊന്നും ഇല്ലാത്ത കിച്ചൺ ഉണ്ടാവുമല്ലോ, അവിടെ എങ്ങനെ നമുക്ക് അടുക്കും ചിറ്റോടൊക്കെ നമ്മളെ സാധനങ്ങളെല്ലാം വയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കെല്ലാം വൃത്തിയാക്കാനും നമ്മുടെ കുപ്പികളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് സിമ്പിളായിട്ടുള്ള ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക. അതേപോലെ കുറച്ച് കുക്കിംഗ് പരിപാടിയും ഉണ്ട് കേട്ടോ. രാവിലെ വേഗം എളുപ്പത്തിലൊക്കെ നമ്മൾക്ക് പണി വേഗം തീർക്കാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസം ഇതേപോലെ ഞാനെന്നും പറയാറുണ്ട്, നമുക്ക് മാവൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട്, ഇഡലിയോ ദോശയൊക്കെ. അപ്പോൾ നമുക്ക് രാവിലത്തെ പണി ഉണ്ടെങ്കിൽ അത് എളുപ്പമായിട്ട് തോന്നും. നമുക്ക് തിരക്ക് പിടിച്ച എങ്ങനെയൊക്കെ പോകാനോ ക്ലാസ്സിൽ പോകാനോ ഓഫീസിൽ പോകാനുള്ളവരൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതേപോലെ മാവ് അരച്ച് വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു റിലാക്സ് ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ രാവിലെ വന്നിട്ട് ഇതേപോലെ മാവൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഇങ്ങനെ നല്ല പൊങ്ങിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുമ്പോൾ കേട്ടോ. അപ്പോൾ അതിങ്ങനെ രാവിലെ വന്ന ഫസ്റ്റ് നോക്കൽ അതായിരിക്കും, മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ എന്നെപ്പോലെയാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്, ഇഡ്ഡലി തട്ടൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിലിനേക്കാളും നല്ലത് നമ്മൾക്ക് വെളിച്ചെണ്ണയാണ് ശരീരത്തിന് നല്ലത്. കൊളസ്ട്രോള് വരുത്തുന്ന സംഭവമാണ് നമ്മുടെ ഓയിലിട്ട്. അധികവും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്, എന്നാലും നമ്മൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തട്ടിൽ തേച്ചിട്ടുണ്ട്. എണ്ണ തട്ടിൽ തേച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഷേപ്പിൽ കിട്ടിട്ട് അടി പിടിക്കില്ല, ഒന്ന് ഒട്ടി പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അടി പിടിക്കില്ല കേട്ടോ, നല്ല ഷേപ്പിൽ കിട്ടും. ഇപ്പം നമ്മൾ മാവൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലിങ്ങനെ നല്ല കുഴിയുള്ള തട്ടാണെങ്കിൽ നല്ല പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും കേട്ടോ. ഇത് പരന്നിട്ടുള്ള ഇഡ്ഡലിയാണ്, എന്നാലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ആവിയിൽ വെച്ച സമയത്ത് ബാക്കിയുള്ള പണിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ നോക്കാൻ പറ്റും കേട്ടോ. ചട്നി അരക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതാ കുറച്ച് നേരം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി ആയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. അവിടെ ഇവിടെ ഇങ്ങനെ പിച്ചി ചീന്തിയ പോലെ അല്ലാതെ നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതിന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചട്നിയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ചട്നിയാണ്. പിന്നെ ഉച്ചയ്ക്കും രാവിലേക്കും കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സാമ്പാർ വയ്ക്കാൻ എളുപ്പം കേട്ടോ. അപ്പോൾ രാവിലേക്ക് ഇഡ്ഡലിക്കുമായി, ഉച്ചയ്ക്കുള്ളതുമായി. അപ്പോൾ ഞാനിന്ന് ഇഡ്ഡലിക്ക് ചട്നിയാണ്. അപ്പോൾ കുട്ടികൾക്ക് അധികം ചട്നിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒപ്പം തന്നെ ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്നിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നും ഒപ്പം തന്നെ ഉപ്പിട്ടിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ. അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ സിങ്കിൻ്റെ മേലെ ഇങ്ങനെ കുറേ നമ്മൾ കഴുകി ഗ്ലാസ് അവിടെ വയ്ക്കും, കത്തി അത് ഇതൊക്കെ ആയിട്ട് വയ്ക്കും കേട്ടോ. കബോർഡ് അങ്ങനത്തെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇതേപോലെ ഫ്ലാറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുന്നത്. വേറെ നമുക്ക് കബോർഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പരത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. പിന്നെ അതായത് കണ്ടില്ലേ, നമ്മളെ കുപ്പിയൊക്കെ വെച്ച സംഭവങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങറ് തോന്നും, എല്ലാം കൂടി ഇങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ അടുക്കള കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കുപ്പികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കബോർഡൊക്കെ ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല, അധികം ഫ്ലാറ്റിലൊന്നും ഇങ്ങനെ കബോർഡുകളൊന്നും ഉണ്ടാവില്ല. നല്ല ഹൈ ലെവലിലേക്കുള്ള ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. നമ്മളവിടെ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കുപ്പികളൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പച്ചക്കറി തട്ടൊക്കെ ആണെങ്കിൽ, പച്ചക്കറി കിട്ടുന്ന തട്ടുണ്ടല്ലോ, അതിലാണെങ്കിൽ വളരെ നമുക്ക് സ്ഥലം ലാഭിക്കാനായിട്ട് പറ്റുട്ടോ. കുറേ കുപ്പികൾ ഇതേപോലെ വെക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറി തട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനെ കഴുകാനായിട്ടുള്ള ഒരു ചളിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുപ്പികളൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട കുപ്പികളൊക്കെ മേലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ജനലിൽ വെച്ച കുപ്പികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ജനലൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലത്തെ കുറച്ച് മാറാലയൊക്കെ ഉണ്ടാവും. നമ്മളധികവും മാറാല എല്ലാവിടെയും തട്ടുകയാണെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന സംഭവങ്ങളാണ് ഈ അടുക്കള ജനലുകൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കണം, ഒരുപാട് പൊടിയാവില്ല, ചെറിയൊരു മാറാല തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക, അത്രയൊക്കെ ഉള്ളൂ പണി. നമുക്ക് വലുതായിട്ട് ഇങ്ങനെ പ്ലാന്റ്സും അങ്ങനത്തെ ഒന്നും വയ്ക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാല. കുറച്ച് ഇടയിലൊക്കെ പ്ലാന്റ്സൊക്കെ ആയിട്ട് മണി പ്ലാന്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചാൽ നല്ലൊരു രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇനി വാങ്ങി വെക്കണം എന്നൊരാഗ്രഹമുണ്ട്.
പിന്നെ നമ്മളെ സിങ്കിൻ്റെ അവിടുത്തെ ജനലുണ്ടല്ലോ, അവിടെയും കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതൊക്കെ തുടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളതാ നേരത്തെ കണ്ട പോലെ ഇപ്പോൾ കാണുമ്പോൾ നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ തന്നെ അതേപോലെ ഒതുക്കി വെച്ചാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ജനലിലുള്ള കുപ്പിയും പിന്നെ അതേപോലെ മറ്റേ മിക്സിയുടെ ജാറൊക്കെ ഉണ്ടല്ലോ, നമ്മളത് താഴത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ അടുക്കള നമുക്ക് കുക്കിങ് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു രസം തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല എന്താ പറയുക, നമുക്ക് അടുക്കളയ്ക്ക് പോകുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നും കേട്ടോ. പിന്നെ വാൾട്ടയിലൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക, അങ്ങനത്തെയൊക്കെ ഓരോ പരിപാടി. അങ്ങനെ നമ്മുടെ ജനലൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ അവിടെ വെച്ചുള്ളൂ കേട്ടോ. പിന്നെ കത്തി അതേപോലെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഇതേപോലെ ഒരു കുപ്പീൻ്റെ ഇത് വെട്ടിയിട്ട് നമ്മൾ അതിൽ വെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ അടുക്കളയും വൃത്തിയാക്കലും കുക്കിങ്ങും എല്ലാം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ചെറിയൊരു വ്ളോഗ് പോലെ. അപ്പോൾ കുറച്ച് ഉപ്പേരി വെക്കാനുണ്ടായിരുന്നു, ഉണ്ണിത്തണ്ട്. അപ്പോൾ അതിന് തോരൻ പോലെ വെക്കാൻ കേട്ടോ. നമ്മൾ തേങ്ങയും ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഉണ്ണിത്തണ്ട് കുഞ്ഞേതായിട്ട് ഉമ്മ അരിഞ്ഞു കൊടുത്താൽ കേട്ടോ. അവിടെ നിന്ന് തന്നെ അരിഞ്ഞു. ഞാൻ അവിടെ പിന്നെ അരിയാൻ നിൽക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഉമ്മ അരിഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എളുപ്പമായി. പിന്നെ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഉണ്ണിത്തണ്ടിൽ ഇങ്ങനെ മുതിര ഇട്ടിട്ടും വയ്ക്കും, ചെറുപയറിട്ടിട്ട് അങ്ങനെയൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്ര നേരമായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി ഇതാക്കി വെക്കാം കേട്ടോ. ഉണ്ണിത്തണ്ട് നമുക്ക് അരിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമുക്ക് കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് അരിയാൻ, വട്ടത്തിൽ അരിഞ്ഞ് കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് അരിയാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കുഞ്ഞിതായിട്ട് അരിയാനും പറ്റും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിത്തണ്ട് കഴിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. ശരീരത്തിന് രക്തം വയ്ക്കാനും അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഈ ഉണ്ണിത്തണ്ട് കഴിക്കുന്നതിൽ ഗുണം. അപ്പോൾ ഞാൻ മുതിരയൊന്നും ഇല്ലാത്തതുകൊണ്ട് തോരൻ പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇപ്പോൾ എല്ലാം കൂടി ഇളക്കി കൂട്ടി ഇനി ആവിയിൽ വേവിക്കാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉപ്പേരി കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞപ്പോൾ വെന്ത് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറിന് ഇതിങ്ങനെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഉപ്പേരിയൊക്കെ ആയിട്ട് ഉച്ച സമയമായപ്പോൾ ചൂടോടെ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. 2-3 മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ അരിഞ്ഞ് കലക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിക്കാൻ നേരത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അപ്പച്ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ വെച്ച് പൊരിക്കണം. നമ്മളിപ്പോൾ മുട്ട പൊരിക്കണതിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനെൻ്റെ വ്ളോഗിൽ ഇതും കൂടി ചേർത്തു എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ആ നടുവിലുള്ള സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ നടുവിലിങ്ങനെ മുട്ടൻ്റെ ആ ഒരു ഇത് ഇടങ്ങറായിട്ട് തോന്നുമ്പോൾ ഞാനിങ്ങനെ കുത്തി ഇളക്കി ഇതാക്കും കേട്ടോ. ഇത് അടച്ച് വയ്ക്കാൻ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടും കേട്ടോ. പക്ഷേ എന്തോ എനിക്കന്ന് അടച്ച് വയ്ക്കാനായിട്ടുള്ളൊരു ഇത് തോന്നിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ധൃതി പിടിച്ചിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചതും പേരിയും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.